നമുക്ക് സ്നേഹമില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. സ്നേഹം ശരിയായ ക്രമത്തിലാണോ നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ്. വിശുദ്ധ അഗസ്റ്റിൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഓർഡോ അമോറിസ്, ഓർഡർ ഓഫ് ലവ്, സ്നേഹത്തിന്റെ ക്രമം, സ്നേഹത്തിന്റെ ഹൈറാർക്കി എന്നൊക്കെയാണ് അതിനെപ്പറ്റി പറയുക. എങ്ങനെയാണ് ശരിയായതിനെ ശരിയായ വിധത്തിൽ ശരിയായ ക്രമത്തിൽ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുക? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, അയൽക്കാരെ സ്നേഹിക്കുന്നുണ്ട്, പണത്തെ സ്നേഹിക്കുന്നുണ്ട്, ജോലിയെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ റെപ്യൂട്ടേഷൻ, നമ്മുടെ പേര്, സൽകീർത്തി, ഇതിനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. മോശമല്ല, മോശമായിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രശ്നം വരുന്നത് എവിടെയാണ്? രണ്ടാം സ്ഥാനത്ത് നിർത്തി സ്നേഹിക്കേണ്ട കാര്യം, ഏറ്റവും അവസാനത്തിൽ നിർത്തി സ്നേഹിക്കേണ്ട കാര്യത്തെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവച്ച് സ്നേഹിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ മൊത്തം താളം നമുക്ക് തെറ്റിപ്പോകുന്നത്. ഒരമ്മയ്ക്ക് തൻ്റെ മകനോട് വലിയ സ്നേഹമാണ്, മോശമായ കാര്യമാണോ? അല്ല. ഒരു ദിവസം കോളേജിൽ നിന്ന് മകന്റെ ടീച്ചർ അമ്മയെ വിളിച്ച് പറഞ്ഞു, അവൻ കോളേജിൽ തല്ലുണ്ടാക്കി, മറ്റൊരു പയ്യനെ ഇടിച്ച് അവശനാക്കി. അമ്മ ഉടനെ ടീച്ചറോട് പറയുന്നത്, എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ ടീച്ചർ വാട്സപ്പിൽ ഈ മകൻ മറ്റേ പയ്യനെ തല്ലുന്ന വീഡിയോ അയച്ചു കൊടുത്തു. അമ്മയുടെ മറുപടി എന്താണ്? അത് അവനെ ആരെങ്കിലുമൊക്കെ പ്രൊവോക്ക് ചെയ്തതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തതായിരിക്കും. അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹമാണ്, അത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ സ്നേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായി വെക്കുമ്പോൾ ആ അമ്മ ആ സ്നേഹത്തിന്റെ ക്രമത്തിൽ നിന്ന് താഴേക്ക് തള്ളി മാറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണ്? സത്യത്തോടുള്ള സ്നേഹം. എല്ലാം സത്യം ഇങ്ങനെ വെളിവാക്കപ്പെടുന്നുണ്ട്, പക്ഷേ ആ സത്യത്തെ അമ്മ മാറ്റിവെക്കുകയാണ്. മകനോടുള്ള സ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ശരിയായ സ്നേഹത്തിന്റെ ക്രമത്തിലാണ് ആ അമ്മ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ അമ്മ പറയേണ്ടുന്നത്, ഞാൻ എൻ്റെ മകനെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, പക്ഷേ തെറ്റ് തന്നെയാണ്, അതുകൊണ്ട് നീ തെറ്റ് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയേ പറ്റൂ. അങ്ങനെ പറയാനായിട്ട് സാധിക്കാതെ പോകുമ്പോഴാണ് ഈ മകനെ ഇങ്ങനെ മകനോടുള്ള സ്നേഹത്തിൽ പൊതിഞ്ഞ് പിടിച്ച് അതിനേക്കാൾ പ്രധാനപ്പെട്ടതായ സത്യത്തോടുള്ള സ്നേഹത്തെ താഴേക്ക് തള്ളി മാറ്റുമ്പോഴാണ് മകന് തെറ്റുതിരുത്താനായിട്ടുള്ള അവസരം നഷ്ടപ്പെടുന്നത്, മകന് കൂടുതൽ നല്ലവനായിട്ട് വളരാനായിട്ടുള്ള അവസരം നഷ്ടപ്പെടുന്നത്. നോക്കിയേ, ജീവിതത്തിലെ ക്രമം തെറ്റിപ്പോകുന്നത്, താളപ്പിഴകൾ ഉണ്ടാകുന്നത് യഥാർത്ഥ ക്രമത്തിൽ നമുക്ക് കാര്യങ്ങളെ, വ്യക്തികളെ സ്നേഹിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാക്കാം, എനിക്ക് എല്ലാത്തിനെയും സ്നേഹിക്കാൻ പറ്റണമേ എന്നുള്ളതല്ല. നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നേരെ മറിച്ച് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും, ഞാൻ സ്നേഹിക്കുന്ന കാര്യങ്ങളെ ശരിയായ ക്രമത്തിൽ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം.